ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ മുരളീധരൻ്റെ വാക്കുകളാണ് ഇപ്പോൾ ഏറെ പ്രസക്തമാകുന്നത്. അതായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ കുറ്റാരോപിതരായിട്ടുള്ളവരുടെ ലിസ്റ്റ് എടുക്കുന്നതിനേക്കാൾ നല്ലത് കുറ്റാരോപിതരാകാത്ത ഒരു കൂട്ടം ആൾക്കാരുണ്ടല്ലോ, അവരുടെ ലിസ്റ്റ് എടുത്താൽ ചിലപ്പോൾ ഒരു പേജിൽ അല്ലെങ്കിൽ ഒരു പുറത്തിൽ ഒതുങ്ങുമെന്നുള്ള കാര്യമാണ്. കാരണം ഓരോ ദിവസവും ഓരോരോ ബിംബങ്ങളാണ് തച്ചുടഞ്ഞ് വീണുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത്. ഇവരിങ്ങനെയാണോ എന്നുള്ളൊരു ഡൗട്ടാണ് നമുക്ക് വരുന്നത്. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ കുറ്റാരോപണം നേരിടുന്ന വ്യക്തികൾ മാത്രമാണ് ഇവരെന്നുള്ളതാണ്. ഈ പറയുന്ന ആരോപണത്തിൻ്റെ നിഴലിൽ നിൽക്കുകയാണ്. എപ്പോഴാണോ ഇതിൻ്റെ വാസ്തവം വെളിയിൽ വരുന്നത് അപ്പോഴാണ് ആര് പ്രതിവാദി എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതുവരെ ഇവരെല്ലാം കുറ്റാരോപിതർ മാത്രമാണ്. അത്തരത്തിലേ നമുക്കിതിനെ പറയാനും പറ്റത്തുള്ളൂ. ഇനി മറ്റൊരു കാര്യം, നമ്മുടെ ഈ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനകത്ത് അല്ലെങ്കിൽ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന പഴയകാല പ്രശസ്ത നടിയായിട്ടുള്ള ശാരദാമ്മ പറഞ്ഞൊരു വാക്കുണ്ട്. അതായത് പഴയ കാലത്തും ഈ ലൈംഗിക അതിക്രമങ്ങൾ സിനിമാ ഫീൽഡിൽ ഉണ്ടായിരുന്നു, അത് എല്ലാ കാലത്തും ഉള്ളത് തന്നെയാണ്. പക്ഷേ അന്നുള്ള സ്ത്രീകൾക്ക് ഈ പറയുന്ന വിദ്യാഭ്യാസത്തിൻ്റെ കുറവ് കൊണ്ടോ അല്ലെങ്കിൽ അവർ അഭിമാനം എന്ന് പറയുന്നത് വല്ലാത്ത കാര്യമായിട്ട് അതിന് പ്രയോറിറ്റി കൊടുത്തിട്ടുള്ള ആൾക്കാരായതുകൊണ്ട് അതിന് ക്ഷതമേൽപ്പിക്കുന്ന കാര്യങ്ങൾ അവർ തന്നെ വിളിച്ചു പറയില്ലായിരുന്നു. അതുകൊണ്ടാണ് ഇതൊക്കെ പുറത്തൊട്ട് വരാതിരുന്നത്. ഇന്നത്തെ കുട്ടികൾ കുറച്ചുകൂടി മെച്യൂർഡാണ്, അവർക്ക് കുറച്ചുകൂടി വിദ്യാഭ്യാസമുണ്ട്, അങ്ങനെ കുറച്ച് അവരുടെ ചിന്താഗതികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് അവർ വന്ന് വിളിച്ചു പറയുന്നു. ഇനി മറ്റൊരു കാര്യം കൂടി അവർ അതിനകത്ത് കൂട്ടിച്ചേർത്തിട്ടുണ്ടായിരുന്നു. അതായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്ത് വന്നതിന് ശേഷം കുറേയധികം ആൾക്കാർ ഇതുപോലെ പീഡനമായിട്ടും ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വരുന്നുണ്ട്. അതിൽ പലതും ഷോകൾ മാത്രമാണെന്ന്. അപ്പോൾ ആ ഒരു കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന വ്യക്തിയാകുമ്പോൾ അല്ലെങ്കിൽ ഒരു സിനിമാ ഫീൽഡിൽ ഉണ്ടായിരുന്ന വ്യക്തിയാകുമ്പോൾ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ അതിനകത്ത് എന്തൊക്കെയോ സത്യം ഉണ്ടെന്ന് വേണം കരുതാനെന്ന് പറയുന്നത്. ഇനി എന്തായാലും നമ്മുടെ നിവിൻ പോളിയിലേക്ക് വരാം. ഇപ്പോഴത്തെ പുതിയ വ്യക്തി എന്ന് പറയുന്നത്, ഈ കുരുക്കിൽപ്പെട്ടിരിക്കുന്ന വ്യക്തി എന്തായാലും നിവിൻ പോളിയാണ്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, എനിക്ക് ഇതിൻ്റെ ഒരു തമാശയായിട്ട് തോന്നിയതെന്ന് പറയുന്നത്, ഈ പറയുന്ന സിനിമ വാഗ്ദാനം ചെയ്തുകൊണ്ട് ഇദ്ദേഹം വിളിച്ചു, നിവിൻ പോളി വിളിച്ചു. അപ്പം നിവിൻ പോളി വിളിച്ചപ്പോഴത്തേക്ക് അല്ലെങ്കിൽ നിവിൻ പോളിയുടെ അടുത്ത് എത്തിക്കാന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ വിളിച്ചു, ഒരു പെൺകുട്ടി, ശ്രേയ എന്നാണ് ആ പേര് പറയുന്നത്. അവർ വിളിച്ചപ്പോൾ അങ്ങ് പോയി. പക്ഷേ നിവിൻ പോളിക്ക് എത്ര സിനിമകളുണ്ടെന്നുള്ളതാണ് എൻ്റെ കൺഫ്യൂഷൻ എന്ന് പറയുന്നത്. കാരണം ഇത്രയും നാളത്തെ ഒരു ഇതെടുത്ത് വെച്ച് കഴിഞ്ഞാൽ, ഒരു സിനിമ ഗ്രാഫ് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം നിവിൻ പോളിയുടെ സിനിമകളിൽ വിരലിൽ ഉണ്ടാവുന്നത് എപ്പോഴെങ്കിലുമൊക്കെ വരുന്നത്. അതിൽ തന്നെ ജയിക്കുന്ന സിനിമകൾ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് കയറിപ്പോകുന്ന സിനിമകളെന്ന് പറയുന്നത് നമുക്ക് ഒട്ടുമില്ലാന്ന് തന്നെ പറയാൻ പറ്റും. അങ്ങനെ ഒരു വ്യക്തി ഈ പറയുന്ന ഓഫർ കൊടുക്കുമ്പോഴത്തേക്ക് ആര് സ്വീകരിക്കും എന്നുള്ളൊരു കാര്യമാണ് എൻ്റെ ഈ ചിന്ത കുഴപ്പത്തിലാക്കുന്ന കാര്യം. ഇനി എന്തോ ആവട്ടെ, എന്തായാലും കേസ് കൊടുത്തിട്ടുണ്ട്. കേസ് കൊടുത്തതിൽ 6ാം പ്രതിയാണ് നമ്മുടെ നിവിൻ പോളി എന്ന് പറയുന്നത്. അതിൽ 1ാമത്തെ പ്രതി ഒരു പെൺകുട്ടിയുടെ ഒത്താശയോടുകൂടിയാണ് അവിടെ എത്തിയെന്ന് പറയുന്നുണ്ട്. അതായത് ആ പെൺകുട്ടിയാണ് മുന്നിൽ നിന്നത്. ഈ ഗൾഫിലേക്ക് വിളിച്ചിട്ടാണ്, അവിടെ വെച്ചിട്ടാണ്, ദുബായിൽ വെച്ചാണ് ഈ പീഡനം നടക്കുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പം ശ്രേയ എന്ന് പറയുന്ന ആ പെൺകുട്ടി തന്നെയാണ് 1ാം പ്രതിയായിട്ടുള്ളതെന്ന് പറയുന്നത്. 2ാമത് അതിൻ്റെ പ്രൊഡ്യൂസറോ സംവിധായകനോ എന്തോ ആണ്. 6ാം പ്രതിയാണ് നമ്മുടെ നിവിൻ പോളി എന്ന് പറയുന്നത്. അപ്പം ഇതിൻ്റെ മറ്റൊരു തലം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഊന്നുകൽ എന്ന് പറയുന്ന പോലീസ് സ്റ്റേഷനിലാണ് ഈ പെൺകുട്ടി 1 മാസം മുന്നേ ഇതിൻ്റെ പരാതി കൊടുത്തിട്ടുള്ളത്. പക്ഷേ ആ പരാതി അനുസരിച്ച് പോലീസ് പറയുന്ന കാര്യം എന്ന് പറയുന്നത്, എന്തൊക്കെയോ ആ പരാതിയിൽ പൊരുത്തക്കേടുകൾ തോന്നിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ അന്വേഷണം നടത്തിയ സമയത്ത് ഇതിൽ എന്തൊക്കെയോ വൈരുദ്ധ്യങ്ങൾ ഉള്ളതായിട്ട് തോന്നി. അതായത് 1ാമത്തെ കാര്യം, ഇപ്പോൾ അവർ പറയുന്നത് പീഡിപ്പിച്ചു. അന്നത്തെ പരാതിയിൽ അവർ പറഞ്ഞിരുന്നത് ഇവരെല്ലാം കൂടി ചേർന്ന് മർദ്ദിച്ചു എന്ന് മാത്രമായിരുന്നു. പീഡിപ്പിച്ച കാര്യം ആ സ്ത്രീ അല്ലെങ്കിൽ ആ പെൺകുട്ടി പറഞ്ഞിട്ടില്ല. ഇത് നമുക്കറിയാം കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നൊരു കാര്യമാണ്. അന്ന് പീഡിപ്പിച്ചിട്ടില്ല അല്ലെങ്കിൽ മർദ്ദിച്ചു എന്ന് മാത്രം പറഞ്ഞിട്ട് ഇന്ന് വന്ന് പീഡിപ്പിച്ചു എന്ന് പറയുന്നു. 2ാമത്തെ കാര്യം, അന്ന് തന്നെ പോലീസ് സ്റ്റേഷനിൽ പറയുന്നത് നമുക്കറിയാമല്ലോ, മർദ്ദനമോ അല്ലെങ്കിൽ പീഡനം എന്തുണ്ടായാലും ഈ പറയുന്ന സർട്ടിഫിക്കറ്റ് അത് അവിടെ ഹാജരാക്കുക എന്നൊരു സംഭവം ഉണ്ടല്ലോ, അത് പറഞ്ഞിട്ടും അത്തരത്തിലൊരു സർട്ടിഫിക്കറ്റ് ആ പെൺകുട്ടി മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയിട്ടില്ല. അപ്പം അതാണ് എന്നെ കൺഫ്യൂഷനാക്കുന്നത്. ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇതിനകത്ത് വാസ്തവം ഉണ്ടെങ്കിൽ അത് പുറത്തേക്ക് വരട്ടെ എന്ന് തന്നെ ഞാനും ആഗ്രഹിക്കുന്നു. കാരണം നമ്മളെപ്പോഴും ഈ പറയുന്ന നമുക്ക് സമൂഹ ഇരയുടെ കൂടെ തന്നെയാണല്ലോ നിൽക്കുന്നത്. പക്ഷെ എപ്പോഴും ഇരയും വേട്ടക്കാരനും ഈ പറയുന്ന ആ ഒരു കാര്യം സത്യസന്ധം ആവണമെന്നുമില്ല. അങ്ങനെ ഒരു കാര്യം കൂടി ഉണ്ടല്ലോ. ചില സമയങ്ങളിലെങ്കിലും ദുരുദ്ദേശത്തോടു കൂടി കേസ് കൊടുക്കുന്ന ആൾക്കാരുണ്ട്. അതിനെ നമുക്ക് കാണേണ്ടതുണ്ടല്ലോ, അല്ലെങ്കിൽ ഗൗരവത്തിൽ എടുക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് ഈ പറയുന്ന ഇതിൽ പല ആരോപണങ്ങളും വരുന്നതെന്ന് പറയുന്നതിൽ ഒരു വാസ്തവം ഒന്ന് ആലോചിച്ച് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്ന് പറയുന്നത്, ഈ പറയുന്ന എനിക്ക് സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ട് ചാൻസ് തരാം എന്നും പറഞ്ഞാണ് എന്നെ വിളിക്കുന്നത്. അപ്പോൾ ആ ചാൻസിന് വേണ്ടിയിട്ട് ചുമ്മാതെ എന്തോ കാര്യത്തിന് വേണ്ടിയിട്ട് ചെന്ന് കൊടുക്കുകയും പിന്നെ അത് നടന്നില്ല എന്ന് കാണുമ്പോഴത്തേക്ക് അവർ മുതലെടുക്കുന്നു, അതിനുശേഷം അത് നടന്നില്ല എന്ന് കാണുമ്പോഴത്തേക്ക് വിളിച്ചു പറയുന്നത്. അപ്പോൾ ചാൻസ് കിട്ടിക്കഴിഞ്ഞവരൊന്നും വിളിച്ചു പറയത്തില്ല എന്നൊരു ക്വസ്റ്റ്യനാണ് ഉള്ളിൽ ഉയർന്നു വരുന്നതെന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് ചാൻസ്? നമുക്ക് അഭിനയിക്കാനുള്ളൊരു കാലിബർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എവിടെയൊക്കെ പോകാൻ പറ്റും, അവിടെയൊക്കെ എത്തിയിട്ട് ഈ പറയുന്ന കണക്ക് നമുക്ക് ആ ഒരു നമ്മുടെ തലയിൽ വിധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനുള്ള ഇതുണ്ടെങ്കിൽ ഒരാളടുത്തും വഴങ്ങി കൊടുക്കാതെ നമ്മുടെ ഈ പറയുന്ന മാനാഭിമാനം പണയം വയ്ക്കാതെ തന്നെ ആ ഒരു തലത്തിൽ
എത്തി എത്രയോ പേരുണ്ട്. അതല്ലെങ്കിൽ അത്തരത്തിലൊരു അനുഭവം ഉണ്ടാവുന്ന സമയത്ത് അവിടെ ഈ പറയുന്ന കർണക്കുറ്റിക്ക് ഒന്ന് കൊടുത്തിട്ട് ഇനി എനിക്കത് വേണ്ടാന്ന് പറഞ്ഞ് തിരിച്ചു പോവാൻ പറ്റുന്നത് മതി. എല്ലാ ആൾക്കാരും ഇത്തരത്തിൽ സിനിമാ ഫീൽഡ് ഒന്നടങ്കം എല്ലാ ആൾക്കാരും, സംവിധായകരും പ്രൊഡ്യൂസേഴ്സും അഭിനേതാക്കളും എല്ലാവരും ഇത്തരത്തിൽ ഈ പറയുന്ന മറ്റൊരു കണ്ണോടി മാത്രം എല്ലാ പെൺകുട്ടികളെയും കാണുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇതിൽ സത്യസന്ധരായിട്ടുള്ള ഒരു കൂട്ടം ആൾക്കാർ സത്യത്തിലുണ്ട്, നീതിയുടെ പാതയിലൂടെ സഞ്ചരിക്കുന്ന ആൾക്കാരുണ്ട്. ഇതിൽ കുറച്ച് പേര് മാത്രമാണ് ഈ ഒരു കാര്യത്തിൽ അല്ലെങ്കിൽ കുഴപ്പക്കാരായിട്ട് മാറുന്നതെന്ന് പറയുന്നത്. അപ്പം അങ്ങനെയുള്ള ആൾക്കാരിൽ നിന്ന് ചാൻസ് കിട്ടൂല, അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാമല്ലോ. എത്രയോ കാലങ്ങൾ വെയിറ്റ് ചെയ്ത എത്രയോ അഭിനേതാക്കളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പം അതല്ല, എനിക്കിപ്പം തന്നെ മുന്നേറണം, എനിക്കിപ്പം തന്നെ സിനിമ കിട്ടണം, എനിക്കിപ്പം തന്നെ എൻ്റെ ഗ്രാഫ് മെച്ചപ്പെടുത്തണം എന്ന് കരുതി എന്തിനൊക്കെയോ വഴങ്ങി കൊടുത്തതിന് ശേഷം പിന്നെ വിളിച്ചു പറയുന്നതിൽ ഒരു കാര്യമില്ലെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാനെന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു വൈരുദ്ധ്യം എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കരമായിട്ട് എടുത്ത് കാണാൻ പറ്റുന്നുണ്ട്. ഇനി പിന്നെ ഈ പറയുന്ന കണക്ക് ഓരോ ദിവസവും ഓരോരോ നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത തരത്തിലേക്കാണ് ഈ ഒരു സംഭവം വരുന്നതെന്ന് പറയുന്നത്. പിന്നെ ഏറ്റവും കൂടുതൽ ചിന്താക്കുഴപ്പത്തിലാക്കുന്നതെന്ന് പറയുന്നത് ഈ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടാവുന്ന ടൈമിൽ തന്നെ ഇവരെന്തും ഇത് സത്യാവസ്ഥ ഫുൾ പറയാത്തതുണ്ട്, പ്രതികരിക്കാത്തതുണ്ട്. കാരണം എന്ന് വെച്ചാൽ അങ്ങനെ പറയാതിരുന്നിട്ട് പിന്നെ എപ്പോഴെങ്കിലും വന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ സത്യസന്ധതയെ ചോദ്യം ചെയ്യലാവും. ഇനി അത് സത്യമാണെങ്കിൽ കൂടി അങ്ങനെയാണ്. ജയസൂര്യ കേസിലും ഞാനൊരു വീഡിയോ ചെയ്ത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. കാരണം എപ്പോഴും ഇരയുടെ കൂടെ തന്നെയാണ് നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അവിടെയാണ് നീതി കിട്ടേണ്ടത്. അത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്, സ്വബോധമുള്ള ഏതൊരു വ്യക്തിക്കും അറിയാം. പക്ഷെ പ്രശ്നം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു അഭിമാനക്ഷതം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ആ സെക്കൻഡിൽ തുറന്നടിച്ച് പറയാനുള്ള ധൈര്യം കാണിക്കണം. ആ ധൈര്യം അപ്പം കാണിച്ചില്ലെങ്കിൽ പിന്നെ ഒരിക്കലും പറയാതിരിക്കുക. ഇതാണ് ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്. പറയേണ്ട സമയത്താണ് കാര്യങ്ങൾ പറയുന്നത്. പിന്നെ പറയുന്ന കാര്യങ്ങൾ ഏറ്റവും വ്യക്തതയും കൃത്യതയോടെയും പറയുക, മാറ്റി പറയാതിരിക്കുക. അങ്ങനെ മാറ്റി മാറ്റി ഓരോ സെക്കൻഡിലും പറയുന്ന ഒരാളുടെ വിശ്വാസ്യതയെ നമ്മൾ എങ്ങനെയാണ് കണക്കിലെടുക്കുന്നത്? അതുകൊണ്ടാണ് ജയസൂര്യയുടെ വീഡിയോയിൽ ഞാൻ അത്തരത്തിൽ സംസാരിച്ചതെന്ന് പറയുന്നത്. കാരണം രണ്ട് കൂട്ടരുണ്ട്, ഇതിൽ ആർക്ക് വേണമെങ്കിലും കള്ളത്തരം പറയാവുന്ന കാര്യമാണ്. പിന്നെ ഈ പറയുന്ന നിയമമുണ്ട്, പോലീസുണ്ട്, കോടതിയുണ്ട്, സത്യാവസ്ഥ വെളിയിൽ വരട്ടെ, അപ്പം മാത്രമേ നമുക്ക് ഇതിൻ്റെ ഒരു കാര്യം അടിസ്ഥാനത്തിലേക്ക് എത്താൻ പറ്റൂ എന്നുള്ള കാര്യം മറ്റൊരു തരത്തിലാണ്. ഓരോ ദിവസവും ഇങ്ങനെ ഓരോരുത്തരുടെ കേസുകളായിട്ട് പൊന്തി വരുന്ന സമയത്ത് നമ്മൾ സിനിമയിലൂടെ മാത്രം കണ്ടിട്ടുള്ള ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ മാത്രം നടന്മാരായിട്ട് അല്ലെങ്കിൽ നായക കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്ന ഒരു കൂട്ടം ആൾക്കാരുടെ പേരാണ് ഈ വന്നുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത്. സ്വഭാവ നടന്മാരായിട്ടുള്ള അങ്ങനെ കുറേ ആൾക്കാരാണ്. അപ്പം അവരെ ഈ തരത്തിൽ ക്രൂര കഥാപാത്രങ്ങളുടെ മുഖം ചേർത്ത് വെക്കാനായിട്ട് നമുക്ക് പറ്റുന്നില്ല. ഇതാണ് ഇതിൻ്റെ സത്യസന്ധമായിട്ടുള്ള മറുപടി എന്ന് പറയുന്നത്. അതാണ് പ്രശ്നം എന്ന് പറയുന്നത്. കാരണം നമ്മളെപ്പോഴും ഈ പറയുന്ന ഫാൻസ് ഉണ്ടായിട്ടുള്ളത്, അല്ലെങ്കിൽ ഈ പറയുന്ന മമ്മൂട്ടി ആയാലും മോഹൻലാൽ ആയാലും ദിലീപ് ആയാലും ഇനി കുഞ്ചാക്കോബനായാലും സുരേഷ് ഗോപി ആയാലും ഇത്രയും ആൾക്കാരുടെയൊക്കെ ഫാൻസ് ഉണ്ടാവുന്നത് ഇത്തരത്തിൽ തന്നെയാണ്. എന്തൊക്കെയോ അമാനുഷികമായിട്ടുള്ള കാര്യങ്ങൾ അവർ സിനിമയിൽ നമ്മുടെ മുന്നിലൂടെ ഈ പറയുന്ന തിരശ്ശീലയിൽ കാണിക്കുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും ആ കഥാപാത്രം ഏതാണോ അത് തന്നെയാണ് അവരുടെ യഥാർത്ഥ സ്വഭാവം, അല്ലെങ്കിൽ അവരതാണ്. അതിനെയാണ് സത്യത്തിൽ നമ്മൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ യഥാർത്ഥത്തിൽ എനിക്ക് തോന്നുന്നില്ല ഈ നടന്മാരെയാണ് നമ്മൾ ആരാധിക്കുന്നതെന്ന് തോന്നുന്നില്ല. അവർ നമ്മുടെ മുന്നിലൂടെ കാഴ്ചവെക്കുന്ന കഥാപാത്രങ്ങളെയാണ് നമ്മൾ സ്നേഹിക്കുന്നതും ആരാധിക്കുന്നതും. അതുകൊണ്ട് തന്നെയാണ് ഇപ്പം അവർ തെറ്റുകാരാണെന്ന് പറയുമ്പോൾ തുറന്നടിച്ച് എന്ത് വൃത്തികേടും ഈ ആൾക്കാർക്ക് അല്ലെങ്കിൽ ഏതൊരു വ്യക്തിക്കും തുറന്നടിച്ച് അവരെ പറയാനും വലിച്ചു കീറാനും കഴിയുന്നതെന്ന് പറയുന്നത്. എന്ത് വൃത്തികേടുമല്ല ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മോഹൻലാലിനെ പറയുന്ന വൃത്തികേടിന് കണക്കില്ല, മമ്മൂട്ടിയെ പറയുന്ന അതിന് കണക്കില്ല. അങ്ങനെ ആരെയായാലും എന്ത് വൃത്തികേടും പറയുന്ന അവസ്ഥയിലേക്ക് എത്തിക്കുന്നതിൻ്റെ കാരണം നമ്മൾ സത്യത്തിൽ ഈ ഫാൻസ് ആയാലും എന്ത് തന്നെ ആയാലും അവരെ സ്നേഹിക്കുകയല്ല ചെയ്യുന്നത്. ഞാനടക്കമുള്ള ആൾക്കാർ അവർ തന്ന കഥാപാത്രത്തിനോടാണ് നമുക്ക് ആരാധനയും സ്നേഹവും ബഹുമാനവും ഒക്കെ. അപ്പം ആ വ്യക്തി, അത് തന്ന വ്യക്തി പിന്നീട് എന്തെങ്കിലും ഒരു തെറ്റായിട്ടുള്ള പ്രവൃത്തി ചെയ്യുമ്പോൾ നമുക്കത് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അവിടെ ഒരു സ്നേഹബന്ധമല്ല സത്യത്തിൽ ഉടലെടുക്കുന്നതെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമുക്ക് എന്തും പറയാൻ കഴിയുന്നതെന്ന് പറയുന്നത്. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇതെനിക്ക് തോന്നില്ല ഇത് ഇവിടെ നിൽക്കും, ഇത് ഇവിടെ അവസാനിക്കുമെന്ന് തോന്നില്ല. ഇതിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. പക്ഷെ നമ്മുടെ ഇത്രയും വർഷം കൊണ്ട് കെട്ടിപ്പടുത്തെടുത്ത ഒരു മലയാളം ഫിലിം ഇൻഡസ്ട്രി ഉണ്ട്. എത്രയോ വർഷങ്ങൾ കൊണ്ട് എത്രയോ നല്ലവരായിട്ടുള്ള നടന്മാർ, അല്ലെങ്കിൽ ഈ പറയുന്ന സംവിധായകർ, അങ്ങനെ കുറേ ആൾക്കാർ, കലാകാരന്മാരുടെ ഒരു പരിശ്രമത്തിൻ്റെ ഫലമാണ് ഇന്നത്തെ ഫിലിം, ഈ പറയുന്ന മലയാള ഫിലിം ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ഒരുപാട് ഈ പറയുന്ന ഭാഷയിൽ ഇത്തരത്തിലുള്ള ഇൻഡസ്ട്രികൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും മലയാളത്തിന് കിട്ടിയിട്ടുള്ള വില എന്ന് പറയുന്നത് അതൊരു മറ്റൊരു തലത്തിൽ തന്നെയാണ്. ഓസ്കാർ വിന്നിങ് വരെ ആയിട്ടുള്ള ഒരു ഫീൽഡാണിതെന്ന് പറയുന്നത്. അവിടെ എടുത്തു പറയുന്ന തക്കതായിട്ടുള്ള പ്രഗത്ഭരായിട്ടുള്ള ഒരുപാട് ആൾക്കാർ, കലാകാരന്മാർ വർക്ക് ചെയ്തിട്ടുള്ള ഒരു ഫീൽഡാണ്. അപ്പം അതിനാണ് ഇപ്പം കളങ്കം പറ്റിയിരിക്കുന്നുണ്ട്. അതുകൊണ്ട് സത്യസന്ധമായിട്ടുള്ള അന്വേഷണത്തിലൂടെ ഈ കളങ്കം പറ്റിയിട്ടുള്ള ആൾക്കാരെ കൃത്യമായിട്ട് ഇതിൽ നിന്ന് മാറ്റി എടുക്കേണ്ടുള്ളതാണ്. അതിനുശേഷം ഈ ഫീൽഡ് ഇതുപോലെ തന്നെ മുന്നോട്ട് പോകേണ്ടതാണ്. എന്നാൽ മാത്രമേ നമുക്ക് എന്ന് പറയുന്നത് നമുക്കിത് നിലനിർത്തേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ ഈ പറയുന്ന സംസ്കാരം അല്ലെങ്കിൽ സാംസ്കാരിക പൈതൃകത്തിൻ്റെയൊക്കെ ഒരു ഭാഗം തന്നെയാണ് ഈ പറയുന്ന കല എന്ന് പറയുന്ന സംഭവമാണല്ലോ സിനിമ എന്ന് പറയുന്നത്. അപ്പം അത് എത്രയും പെട്ടെന്ന് നടക്കട്ടെ എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ. പിന്നെ ഈ പറയുന്ന കുറ്റവാളികളായിട്ടുള്ള, കുറ്റം ചെയ്തിട്ടുള്ളത് ആണായാലും പെണ്ണായാലും ആരായാലും ശിക്ഷിക്കപ്പെടട്ടെ, സത്യം തെളിയട്ടെ. ഇത് മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ. ഇനി ഓരോ ദിവസത്തിൻ്റെ അപ്ഡേഷൻ വരുന്നതനുസരിച്ച് നമുക്ക് അറിയാൻ പറ്റും എന്തൊക്കെ കാര്യങ്ങളാണ്, ആരൊക്കെയാണ് സത്യത്തിൽ കുരുങ്ങുന്നത്, ആരൊക്കെയാണ് വെളിയിലേക്ക് പോകുന്നേക്കാം.